ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. യോന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഹരി ഓം. ഉദ്ധവഗീതയുടെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ദേവന്മാരുടെ സ്തുതിയുടെ തുടക്കമാണ് കണ്ടത്. ഭഗവാന്റെ മനോഹരമായ ദ്വാരകാനാഥനായ കൃഷ്ണൻ്റെ രൂപം കണ്ട് ദേവന്മാർ ഭഗവാനെ ത്രിഗുണഭാവങ്ങളിൽ, അതായത് മായാമനോഹരനായ കൃഷ്ണൻ്റെ രൂപത്തിലും പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന വിശ്വരൂപനായും സർവാധാരമായ സർവഭൂതങ്ങളിലുമുള്ള നിർഗുണ നിരാകാരനായ ബ്രഹ്മസ്വരൂപമായും കണ്ടു സ്തുതിക്കുകയാണ് വളരെ വിശിഷ്ടമായ ഈ ദേവസ്തുതിയിൽ. അതിൽ നമ്മൾ 7ഉം 8ഉം ശ്ലോകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഇനി 9ാമത്തെ ശ്ലോകം കാണാം. ശ്ലോകം 9. ശുദ്ധിർനൃണാം നതു തഥേട്യദുരാശയാനാം വിദ്യാശ്രുതാധ്യയനദാനതപഃക്രിയാഭിഃ സത്വാത്മനാം ഋഷഭത്തെ യശസി പ്രവൃത്തസശ്രദ്ധയാ ശ്രവണസംഭൃതയാ യഥാ സ്യാത്. ദേവന്മാർ ഭഗവാനെ സ്തുതിക്കുന്നത് തുടരുകയാണ്. അവർ പറയുകയാണ്, സകല ജീവികളുടെയും ആരാധ്യനും സജ്ജനങ്ങളുടെ നാഥനുമായ ഭഗവാനെ, അങ്ങയുടെ വിശുദ്ധമായ മഹിമകളെ പറയുന്ന കഥകൾ കേൾക്കുന്നതിലൂടെ വർദ്ധിച്ചു വരുന്ന ശ്രദ്ധയും ഭക്തിയും കൊണ്ട് ലഭിക്കുന്ന അന്ധഃകരണശുദ്ധി എത്രയോ മഹത്തായതാണ്. ലോകവിഷയങ്ങളിൽ രമിക്കുന്ന ലൗകികരായ സാധാരണ മനുഷ്യർക്ക് വൈദിക മാർഗത്തിൻ്റെ സങ്കീർണമായ വേദാധ്യയനവും യാഗാദി കർമ്മങ്ങളും കഠിനമായ തപസ്സുകളും ദാനകർമ്മങ്ങളും മറ്റും എപ്പോഴും അനുഷ്ഠിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതും ചിത്തശുദ്ധിയെ നൽകുന്നതുമായ ഭഗവത് കഥാശ്രവണമാണ് ഉത്തമം എന്ന് പറയുന്നു. പ്രത്യേകിച്ചും കലിയുഗത്തിൽ മറ്റുള്ള യുഗങ്ങളിലേതുപോലെ വേദങ്ങളിൽ പറയുന്ന വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയുമില്ല. അതുപോലെ തന്നെ ബാഹ്യമായ കർമ്മങ്ങളായ പൂജകളും ദാനങ്ങളും തപസ്സുകളും ഒക്കെ കൊണ്ട് മാത്രം ഒരാളുടെ മനസ്സിലെ മാലിന്യങ്ങൾ, കാമക്രോധ ലോഭ മോഹങ്ങളാകുന്ന മാലിന്യങ്ങൾ പൂർണ്ണമായും മാറിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഭഗവാന്റെ ലീലകളെയും ഗുണങ്ങളെയും കുറിച്ച് ഭക്തിയോടെ കേൾക്കുന്നത് ഭഗവാനിലുള്ള ശുദ്ധമായ പ്രേമത്തിലേക്കും എളിമയിലേക്കും നയിക്കുന്നു. അത് അത്രമേൽ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ്. ശുദ്ധമായ മനസ്സിൽ ഭഗവത് തത്വങ്ങൾ കൂടുതൽ തെളിയുന്നു. വൃത്തിയുള്ള കണ്ണാടിയിൽ മുഖം തെളിഞ്ഞു കാണുന്നത് പോലെ ശുദ്ധമായ ഹൃദയത്തിൽ ഭഗവാന്റെ രൂപം, ആത്മസ്വരൂപം തെളിഞ്ഞു കാണാറാകും. ഈഠ്യ എന്നാൽ സ്തുത്യർഹനായ ഭഗവാനെ, ആരാധ്യനായ ഭഗവാനെ എന്നർത്ഥം. ഇവിടെ ഭഗവാൻ കൃഷ്ണനെ ആരാധനാമൂർത്തിയായിട്ടാണ് കാണുന്നത്. ഇനി വൈദിക മാർഗത്തിൻ്റെ സങ്കീർണത പറയുകയാണ്. വിദ്യ ശ്രുത അധ്യയന ദാന തപ ക്രിയാഭിഹി. വൈദിക കർമ്മത്തിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധിക്കും. എന്നാൽ അവ ഇന്ന് കലിയുഗത്തിൽ അത്ര എളുപ്പമല്ല. പഴയ കാലത്ത് ഉപനയനം കഴിഞ്ഞാൽ പിന്നെ 12 വർഷം ഗുരുകുലവാസമാണ്. അതിന് ബ്രഹ്മചര്യാശ്രമം എന്ന് പറയും. ഗുരുവിനോടൊപ്പം താമസിച്ച് ഗുരുമുഖത്തു നിന്നും വേദങ്ങൾ കേട്ടു പഠിക്കുക, വേദപാരായണം ചെയ്യുക, വൈദിക കർമ്മങ്ങളെക്കുറിച്ച് പഠിക്കുക. എല്ലാ പഠനവും പൂർത്തിയാക്കി മടങ്ങി വന്നാൽ അടുത്ത ആശ്രമമായ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിക്കാം. ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഗുരുകുലത്തിൽ പഠിച്ച
വേദങ്ങളിൽ പറയുന്ന ദാനധർമ്മങ്ങളും തപസ്സുകളും മറ്റ് കർമ്മങ്ങളും അനുഷ്ഠിച്ച് ധാർമ്മികമായ ജീവിതം നയിക്കുക. ഇന്നിതൊന്നും പ്രായോഗികമായി നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഭഗവാന്റെ മനോഹരമായ രൂപത്തെ ധ്യാനിക്കുകയും കഥകൾ കേൾക്കുകയും മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇതിലൂടെ സശ്രദ്ധയാ ഇഷ്ടദേവതയോടുള്ള ഉറച്ച വിശ്വാസവും ഭക്തിയും വളർത്തിയെടുക്കുക എന്നതാണ് പ്രധാനമായും വേണ്ടത്. അതാണ് സശ്രദ്ധയ എന്ന് പറഞ്ഞിരിക്കുന്നത്. ശ്രവണ സംഭൃതയ, പുരാണങ്ങളിലെ ഭഗവത് കഥകൾ കേൾക്കുന്നതിലൂടെ ഈ ഭക്തി വർദ്ധിപ്പിക്കാം. ഭഗവാന്റെ കഥകൾ എത്രത്തോളം കേൾക്കുന്നുവോ അത്രത്തോളം ആ ദേവത, കൃഷ്ണനോ ശിവനോ ദേവിയോ ആര് തന്നെയായാലും നമുക്ക് മുന്നിലിങ്ങനെ ജീവസുറ്റതാകുന്നു, എപ്പോഴും മനസ്സിൽ കാണാറാകുന്നു. അതാണ് ഭക്തിയുടെ പ്രായോഗിക ഗുണം. പൂജയും പ്രാർത്ഥനയും ഭഗവാനുമായുള്ള നമ്മളുടെ ബന്ധം ആഴമുള്ളതാക്കുന്നു. പലരും തങ്ങളുടെ സങ്കടങ്ങൾ പൂജാമുറിയിലെ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് കരഞ്ഞു പറയുകയും ആശ്വാസം കണ്ടെത്തുകയും ചെയ്യുന്നു. അവർക്കത് വെറുമൊരു ചിത്രമോ പ്രതിമയോ അല്ല, മറിച്ച് ജീവനുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഇന്നും തിരക്ക് വർദ്ധിക്കുന്നത്. അവിടെ വരുന്നവർക്ക് മോക്ഷത്തെയോ അദ്വൈതത്തെക്കുറിച്ചോ ഒന്നും അറിയില്ലായിരിക്കാം. പക്ഷേ അവർക്ക് മനഃശാന്തിയും മാനസിക കരുത്തും ലഭിക്കുന്നുണ്ട്. അതാണ് ഭക്തിയുടെ ശക്തി. സങ്കീർണമായ വൈദിക കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ പലപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടാറില്ല. ശ്രദ്ധ മുഴുവൻ ചടങ്ങുകളിലായിരിക്കും. എന്നാൽ വെറുതെ ഇരുന്ന് ശാന്തമായ മനസ്സോടെ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിലൂടെയും ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നതിലൂടെയും ലഭിക്കുന്ന മനഃശുദ്ധി അല്ലെങ്കിൽ ചിത്തശുദ്ധി അത് മറ്റെന്തിനേക്കാളും മഹത്തരമാണെന്ന് വ്യാസമഹർഷി ഇവിടെ വ്യക്തമാക്കുകയാണ്. വേദാന്തപരമായി നോക്കിയാൽ ആത്മാന്വേഷിയായ ഒരാൾക്ക് ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം നേരിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഭഗവാന്റെ പരമമായ ഭാവം നിർഗുണ ബ്രഹ്മമാണ്. പാകപ്പെട്ട ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ രൂപങ്ങളൊന്നുമില്ലാത്ത ഗുണങ്ങളൊന്നുമില്ലാത്ത ബ്രഹ്മഭാവത്തെ ഗ്രഹിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ആ ജ്ഞാനത്തിലേക്ക് എത്തുവാനായി ശാസ്ത്രങ്ങൾ ഭഗവാന് ഒരു രൂപം നൽകുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ദേവി എന്നിങ്ങനെ ഏകരൂപ ഈശ്വര സങ്കല്പങ്ങൾ ആരാധനയ്ക്കായി നൽകിയിട്ടുണ്ട്. ദേഹാഭിമാനിയായ മനുഷ്യന്, അതായത് നാം ഈ ശരീരത്തിൽ അഹങ്കരിച്ച് നടക്കുന്ന നമ്മൾ ഈ മനുഷ്യർക്ക് രൂപങ്ങളോട് സ്വാഭാവികമായും താല്പര്യമുണ്ടാകുമല്ലോ. തൻ്റേതുപോലെ തന്നെയുള്ള ഒരു രൂപത്തോടും അതിൻ്റെ അലങ്കാരങ്ങളോടും എല്ലാമായി ഭഗവാനെ സങ്കല്പിക്കുവാൻ എളുപ്പമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പരിചയമുള്ള വസ്തുക്കളെ മാത്രമേ നമുക്ക് സങ്കല്പിക്കുവാൻ പറ്റുകയുള്ളൂ. ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരു രൂപത്തെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സങ്കല്പിക്കുവാൻ നമ്മുടെ മനസ്സിന് സാധിക്കുകയില്ല. അതുകൊണ്ട് നിർഗുണ നിരാകാരമായ ഒരു ഈശ്വരനെ സങ്കല്പിക്കാൻ സാധാരണക്കാർക്ക് പറ്റുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ തുടക്കത്തിൽ സഗുണ സാകാരമായിട്ടുള്ള ഈശ്വരനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. സകല ഗുണങ്ങളോടും കൂടി രൂപത്തോടു കൂടിയുള്ള ആ ഈശ്വരനെ നമ്മൾക്ക് കാണിച്ചു തരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അവയോടെല്ലാം ചേർന്ന് വിവിധ പൂജകളും അലങ്കാരങ്ങളും, അതായത് രാവിലെ പള്ളി ഉണർത്തുന്നത് മുതൽ നിർമാല്യം മാറ്റുന്നു, നല്ലതുപോലെ കുളിപ്പിക്കുന്നു, വസ്ത്രമുടിപ്പിക്കുന്നു, അലങ്കാരങ്ങളെല്ലാം ചെയ്യുന്നു, 3 നേരവും നമുക്കിഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി ഭഗവാന് നൽകുന്നു, പിന്നെ പുറത്ത് പ്രദക്ഷിണത്തിന് കൊണ്ടുപോകുന്നു, അത്താഴം കഴിഞ്ഞ് രാത്രി പാടി ഉറക്കുന്നു. ഇങ്ങനെ നമ്മളിൽ ഒരാളായി ഭഗവാൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഭഗവാനായതുകൊണ്ട് കുറച്ചുകൂടി വിശേഷമായി എല്ലാം ചെയ്യുന്നു. അത്രയും സമയം നാം ശുഭചിന്തകളുമായി ഭഗവാന്റെ അടുത്തിരിക്കുന്നു. അതാണ് അതിൻ്റെ ഗുണം. ഇത് ചിത്തശുദ്ധിക്ക് ഏറ്റവും നല്ല വഴിയാണ്. കർമ്മയോഗം, പ്രാണായാമം തുടങ്ങിയ പല യോഗമാർഗങ്ങളുണ്ടെങ്കിലും മനസ്സിൻ്റെ ശുദ്ധീകരണത്തിനായി ഏറ്റവും ഉത്തമമായ മാർഗം ഈശ്വര ആരാധനയാണ്. ഈശ്വര ആരാധനയിലൂടെ മനസ്സ് പാകപ്പെടുകയും അത് ജ്ഞാനയോഗത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു.
ജ്ഞാനയോഗത്തിലൂടെ നാം പരമാത്മാവിനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ അറിയുന്നു. ആ ബ്രഹ്മം നമ്മുടെ തന്നെ യഥാർത്ഥ രൂപമാണെന്ന് തിരിച്ചറിയുന്നതോടെ നാം നമ്മുടെ കർമ്മപാശത്തിൽ നിന്നും അല്ലെങ്കിൽ കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തരാകുന്നു. അതുതന്നെയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ലഭിക്കുന്ന മോക്ഷം അല്ലെങ്കിൽ പരമമായ മോക്ഷം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഈശ്വരപൂജകളും ഭഗവാന്റെ കഥാശ്രവണവും പോലെ ചിത്തശുദ്ധിക്ക് പറ്റിയ ഉപായം വേറെയില്ല. ചിത്തശുദ്ധിയിലൂടെ ജ്ഞാനം, ജ്ഞാനത്തിലൂടെ കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തി അല്ലെങ്കിൽ മോക്ഷം. ഇതാണ് നമ്മുടെ ആത്മീയ യാത്രയുടെ സാരം. ഇനി നമുക്ക് അടുത്ത ശ്ലോകം കാണാം. 10ാമത്തെ ശ്ലോകം. സ്യാന്യസ്തവാംഘ്രിരശുഭാശയധൂമകേതുഃ ക്ഷേമായ യോ മുനിഭിരാർദ്രഹൃദോഹ്യമാനഃ യസ്സാത്വതൈഃ സമവിഭൂതയ ആത്മവദ്ഭിഃ വ്യൂഹേർച്ചിതഃ സവനശഃ സ്വരതിക്രമായ. ദേവന്മാർ പറയുകയാണ്, ഭഗവാനെ, അങ്ങയുടെ പാദകമലങ്ങൾ ഞങ്ങളുടെ അശുഭകരമായ വാസനകളാകുന്ന കാടിനെ ദഹിപ്പിക്കുന്ന ധൂമകേതുവായി അല്ലെങ്കിൽ അഗ്നിഗോളമായി ഭവിക്കട്ടെ. ആർദ്രമായ ഹൃദയത്തോടു കൂടിയ മുനിമാർ തങ്ങളുടെ ക്ഷേമത്തിനായി ആ പാദങ്ങളെ എപ്പോഴും ധ്യാനിക്കുന്നു. അങ്ങയുടെ ഭക്തന്മാരായ സാത്വതന്മാർ അല്ലെങ്കിൽ യാദവർ ഐശ്വര്യസിദ്ധിക്കായി അങ്ങയെ തങ്ങളിലൊരാളായി കരുതി വിവിധ രൂപങ്ങളിൽ, വാസുദേവൻ, സംഘർഷണൻ തുടങ്ങിയ വ്യൂഹരൂപങ്ങളിൽ എപ്പോഴും ആരാധിക്കുന്നു. ആ പാവനമായ പാദങ്ങൾ ഞങ്ങളെ രക്ഷിക്കുമാറാകട്ടെ. ഈ ശ്ലോകത്തിൽ ദേവന്മാർ വീണ്ടും ഭഗവാന്റെ പാദകമലങ്ങളെ സ്തുതിച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങയുടെ പാദങ്ങൾ ഞങ്ങളുടെ ഉള്ളിലെ അശുഭകരമായ സകല വാസനകളെയും അല്ലെങ്കിൽ പാപങ്ങളെയും അല്ലെങ്കിൽ കർമ്മഫലങ്ങളെയും ദഹിപ്പിച്ച് കളയുന്ന അഗ്നിയായി ഭവിക്കട്ടെ എന്ന് പറയുകയാണ്. ഒരു ധൂമകേതു, അതായത് അഗ്നിഗോളം, അത് ഉണങ്ങി വരണ്ട് നിൽക്കുന്ന ഒരു വനത്തിൽ വീണാൽ എങ്ങനെയാണോ കാട്ടുതീയായി പുല്ലും കാടും എല്ലാം കരിച്ചു കളയുന്നത്, അതുപോലെ ഭഗവാന്റെ പാദസ്മരണ ഭക്തന്റെ മനസ്സിലെ എല്ലാ മാലിന്യങ്ങളെയും പൂർണ്ണമായും നശിപ്പിക്കട്ടെ എന്നാണ് വ്യാസാചാര്യർ ഈ മനോഹരമായ ഉപമയിലൂടെ കാണിച്ചു തരുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ തന്നെ വൈദിക മാർഗം സങ്കീർണമായതിനാൽ ആഗമമാർഗമായ അല്ലെങ്കിൽ ഭക്തിമാർഗമായ ഭഗവാന്റെ മനോഹരമായ രൂപത്തെ ധ്യാനിക്കുകയും കഥകൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയാണ് കുറച്ചും കൂടി ലളിതവും എളുപ്പവുമായിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ പാദകമലങ്ങളെ സ്തുതിച്ചുകൊണ്ട് പറയുന്നതാണ് ഈ ശ്ലോകത്തിലും. നമ്മുടെ ഉള്ളിലെ തിന്മകളും അശുഭചിന്തകളും എല്ലാം ഒരു വലിയ കാട് പോലെയാണെങ്കിൽ ഭഗവാന്റെ പാദങ്ങൾ അതിനെ ദഹിപ്പിച്ചു കളയുന്ന അഗ്നിഗോളമാണ്, ധൂമകേതുവാണ്. ധൂമകേതു ഭൂമിയിൽ പതിക്കുമ്പോൾ വലിയൊരു പ്രദേശം മുഴുവനും നശിപ്പിക്കുന്നത് പോലെ ഭഗവാന്റെ പാദങ്ങൾ ഒരു തീഗോളമായി അനേകം ജന്മങ്ങളിലായി നമ്മളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ രാഗദ്വേഷങ്ങൾ, കാമം, ക്രോധം, ലോഭം തുടങ്ങിയ അശുദ്ധികളെ എല്ലാം ഒറ്റയടിക്ക് കരിച്ചു കളയാൻ മാത്രം ശക്തിയുള്ളതാണ്. മുനിമാരും മഹർഷിമാരും ഭക്തിയിൽ കുതിർന്ന ഹൃദയത്തോടെ, ആർദ്ര ഹൃദയത്തോടെ എപ്പോഴും ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിക്കുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാനെ വിഗ്രഹരൂപത്തിലോ അല്ലെങ്കിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവനായിട്ടോ ഒക്കെ സങ്കല്പിച്ച് ഭഗവാനെ തങ്ങളിൽ നിന്ന് വേറിട്ട ഒരാളായിട്ടല്ല, മറിച്ച് സ്വന്തം ആത്മാവിൽ കണ്ട് ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വ്യൂഹം എന്ന് പറയുന്നത് വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നിങ്ങനെ 4 രൂപങ്ങളിൽ ആരാധിക്കുന്ന ഒരു രീതിയാണ്. ഇത് വൈഷ്ണവാഗമത്തിലെ ഒരു ആരാധനാക്രമമാണ്. ഭഗവാനെ സങ്കീർണമായ വൈദിക യജ്ഞങ്ങൾക്കപ്പുറത്ത് ഭക്തിനിർഭരമായ ഇത്തരം പൂജകളിലൂടെയും ധ്യാനത്തിലൂടെയും ആരാധിക്കുമ്പോൾ ഭക്തന് ലഭിക്കുന്ന സുഖത്തെയും സന്തോഷത്തെയുമാണ് വ്യാസഭഗവാൻ ഇവിടെ പ്രകീർത്തിക്കുന്നത്. ചുരുക്കത്തിൽ
കലിയുഗത്തിൽ സങ്കീർണമായ വൈദിക കർമ്മങ്ങളെക്കാൾ ഫലപ്രദം ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുന്നതും പാദകമലങ്ങളെ ആശ്രയിക്കുന്നതുമാണ് എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. ഭൗതികമായ നേട്ടങ്ങൾക്കും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും എല്ലാം വേണ്ടി നമ്മൾ ഭക്തന്മാർ ഈ പാദങ്ങളെയാണ് ആരാധിക്കുന്നത്. അതുപോലെ തന്നെ ദേവന്മാർ, ഇന്ദ്രാദി ദേവന്മാരെല്ലാം അവർക്ക് കിട്ടുന്ന സ്വർഗാദി സുഖങ്ങൾക്കും അപ്പുറമുള്ള വൈകുണ്ഠപ്രാപ്തിക്ക് വേണ്ടി, അതായത് ഭഗവാനിൽ ചേരുന്ന പരമമായ മോക്ഷത്തിനു വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നതും ഈ ഭഗവാന്റെ തന്നെ പാദകമലങ്ങളെയാണ്. സ്വർഗാദി ലോകങ്ങൾ പോലും വൈകുണ്ഠത്തെ കമ്പയർ ചെയ്യുമ്പോൾ താഴ്ന്ന ലോകങ്ങളാണ്. അതുകൊണ്ട് അവർ പറയുന്നത് പരമമായ മോക്ഷമായ വൈകുണ്ഠപ്രാപ്തിക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയുടെ പാദങ്ങളെ ആശ്രയിക്കുന്നു, അതിനുവേണ്ടി ഞങ്ങൾ ഇതാ അങ്ങയെ വന്ദിക്കുന്നു എന്ന് പറയുകയാണ്. ഇനി നമുക്ക് 11ാമത്തെ ശ്ലോകം കാണാം. ശ്ലോകം 11. യശ്ചിന്യതേ പ്രയതപാണിഭിരധ്വരാഗ്നൗ ത്രയ്യാ നിരുക്തവിധിനേശ ഹവിർഗൃഹീത്വാ അധ്യാത്മയോഗ ഉദയോഗിഭിരാത്മമായാം ജിജ്ഞാസുഭിഃ പരമഭാഗവതൈഃ പരീഷ്ടഃ. ഈ ശ്ലോകത്തിൽ ദേവന്മാർ പറയുകയാണ്, അല്ലയോ ഭഗവാനെ, ശുദ്ധമായ കൈകളോടും ഏകാഗ്രമായ മനസ്സോടും കൂടി യാഗയജ്ഞാദി കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർ വേദവിധിപ്രകാരം യജ്ഞാഗ്നിയിൽ ഹവിസ്സുകൾ അർപ്പിച്ചുകൊണ്ട് ആരെയാണോ ധ്യാനിക്കുന്നത്, 3 വേദങ്ങളാൽ നിർദ്ദേശിക്കപ്പെട്ട വിധിപ്രകാരം ഹവിസ് സ്വീകരിക്കുന്നവനായി ആരെ ആണോ ആരാധിക്കുന്നത്, ആത്മജ്ഞാനം ആഗ്രഹിക്കുന്ന യോഗികൾ മായയെ നീക്കി അധ്യാത്മയോഗത്തിലൂടെ ആത്മസ്വരൂപനായി ആരെ ആണോ ഭജിക്കുന്നത്, ആ പരമപുരുഷനായ അവിടുത്തെ ഞങ്ങൾ വന്ദിക്കുന്നു. ഇങ്ങനെ ദേവന്മാർ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഇതിൽ പറയുന്നു, കർമ്മകാണ്ഡം പിന്തുടരുന്നവർ അഗ്നിയിലൂടെ ഭഗവാനെ ആരാധിക്കുന്നു, യാഗാഗ്നിയിലൂടെയും ഒക്കെ ഭഗവാനെ ആരാധിക്കുന്നു. അഗ്നിയിൽ അർപ്പിക്കുന്ന ഹവിസുകൾ സ്വീകരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. പിന്നെ ത്രയ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് 3 വേദങ്ങളെയാണ്. ഋഗ്, യജുസ്, സാമം എന്നീ വേദങ്ങളിലെ മന്ത്രങ്ങളാൽ സ്തുതിക്കപ്പെടുന്നതും ഈ ഭഗവാൻ തന്നെയാണ്. അതായത് വേദമന്ത്രങ്ങൾ കൊണ്ടും നമ്മൾ സ്തുതിക്കുന്നത് ഭഗവാനെ തന്നെയാണ്. പിന്നെ അധ്യാത്മ യോഗ എന്ന് പറഞ്ഞിരിക്കുന്നത് യോഗികൾ ധ്യാനത്തിലൂടെയും ജ്ഞാനികൾ ആത്മവിദ്യയിലൂടെയും ഭഗവാനെ തന്നെയാണ് സാക്ഷാത്കരിക്കുന്നത്. പരമഭാഗവതൈഃ പരീഷ്ടഃ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഉന്നതരായ ഭക്തന്മാർ, ഭാഗവതന്മാർ ഭഗവാനെ സർവസ്വവുമായി കണ്ട് ആരാധിക്കുന്നു. ആരാധനാരീതികൾ പലതായാലും വേദവിധിപ്രകാരമുള്ള കർമ്മകാണ്ഡം, യോഗം അല്ലെങ്കിൽ ഭക്തി ഏതായാലും എല്ലാവരും ലക്ഷ്യമാക്കുന്നത് ഒരേ പരമപുരുഷനെ തന്നെ ആണ് എന്ന് പറയുന്നു. കർമ്മകാണ്ഡികൾ അഗ്നിയിലൂടെയും ദേവതകളിലൂടെയും ഭഗവാനെ കാണുന്നു. എന്നാൽ ജ്ഞാനികളും യോഗികളും ഉള്ളിലെ ആത്മസ്വരൂപമായി ഭഗവാനെ ദർശിക്കുന്നു. വൈദികമായ യജ്ഞങ്ങളും ആഗമപരമായ, അതായത് ഭക്തിപരമായ ആരാധനകളും ഒരേ ഈശ്വരനിലേക്കുള്ള വിവിധ വഴികൾ മാത്രമാണെന്ന് ഈ ശ്ലോകം ചൂണ്ടിക്കാണിക്കുന്നു. വൈദിക ചടങ്ങുകളിൽ അധ്വരാഗ്നി എന്നാൽ യാഗാഗ്നി അല്ലെങ്കിൽ യജ്ഞാഗ്നി എന്നാണ് അർത്ഥം. ഈ അഗ്നിയിൽ ഭഗവാനെ ഇന്ദ്രൻ തുടങ്ങിയ വിവിധ ദേവതാരൂപങ്ങളിൽ ധ്യാനിക്കുന്നു. 3 വേദങ്ങളിൽ നിഷ്കർഷിച്ചിട്ടുള്ള വിധിപ്രകാരം, അതാണ് നിരുക്ത വിധി, വളരെ കൃത്യമായി വേണം ഈ കർമ്മങ്ങൾ ചെയ്യുവാൻ. ഹവിസുകൾ കയ്യിലേന്തി, അതാണ് ഹവിർ ഗൃഹീത്വ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഹവിസുകൾ കയ്യിലെടുത്ത് ധർമ്മം, അർത്ഥം, കാമം എന്നീ ലൗകിക നേട്ടങ്ങൾക്കായി അവർ ഭഗവാനെ ആരാധിക്കുന്നു. എന്നാൽ ജിജ്ഞാസുക്കൾ അല്ലെങ്കിൽ അധ്യാത്മയോഗികൾ അവർ ലൗകിക ആഗ്രഹങ്ങൾ വെടിഞ്ഞ് ആത്മീയ അറിവിനായി, ആത്മജ്ഞാനത്തിനായി ആഗ്രഹിക്കുന്നു. അവരാണ് ജിജ്ഞാസുക്കൾ, ജിജ്ഞാസു ഭക്തർ. അധ്യാത്മയോഗത്തിലൂടെ ഇവർ
അദ്വൈത ജ്ഞാനത്തിനായി പരിശ്രമിക്കുന്നു. മായ സൃഷ്ടിക്കുന്ന ബന്ധനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആ മായയെ മറികടക്കുവാനും ആഗ്രഹിക്കുന്ന ഇവർ പരമഭാഗവതർ ആണ്. ഇവർ ഭഗവാന്റെ സഗുണരൂപത്തെയും നിർഗുണരൂപത്തെയും അറിഞ്ഞ് ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു. ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഭഗവാന്റെ പരാപ്രകൃതിയെക്കുറിച്ചും അപരാപ്രകൃതിയെക്കുറിച്ചും. സഗുണരൂപം എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമായ സമയത്തിന് അധീനമായ ഭഗവാന്റെ അപരാപ്രകൃതിയാണ്. എന്നാൽ പരാപ്രകൃതിയാകട്ടെ മാറ്റമില്ലാത്തതും സമയത്തിന് അതീതവുമായ ഭഗവാന്റെ നിർഗുണസ്വരൂപമാണ്. ഈ 2 വശങ്ങളും മാറുന്നതും മാറാത്തതും രണ്ടും ഗ്രഹിക്കുമ്പോൾ മാത്രമേ ഒരാളുടെ ജ്ഞാനം പൂർണ്ണമാകുകയുള്ളൂ. പലർക്കും ഈ ആഴത്തിലുള്ള സത്യം മനസ്സിലാക്കാൻ സാധിക്കാറില്ല. വൈദിക മാർഗമായാലും ജ്ഞാനമാർഗമായാലും ആരാധിക്കപ്പെടുന്നത് ഒരേ ഭഗവാൻ തന്നെയാണെന്ന് ഈ ശ്ലോകം വ്യക്തമാക്കുന്നു. പലരും വിചാരിക്കുന്നത് തങ്ങളുടെ ഇഷ്ടദേവതാരൂപത്തിലുള്ള ആരാധനയിൽ എല്ലാം അവസാനിച്ചുവെന്നാണ്. എന്നാൽ ഇഷ്ടദേവതാ പൂജ എന്നത് വേദപഠനത്തിലെ LKG അല്ലെങ്കിൽ അത് തുടക്കം മാത്രമാണ്. നമുക്ക് ഇഷ്ടദേവതാ പൂജയിലൂടെ ആത്മീയ യാത്ര ആരംഭിക്കാം. പക്ഷേ നമ്മുടെ ജീവിതം അവിടെ തന്നെ അവസാനിക്കരുത്. ആത്മീയമായി നമ്മൾക്ക് വളരണം. ഇഷ്ടദേവതാ പൂജയിൽ നിന്നും ചിത്തശുദ്ധിക്ക് വേണ്ടിയുള്ള ആരാധനയിലേക്ക് ഉയരണം. പിന്നീട് വേദാന്തശാസ്ത്രങ്ങൾ ക്രമമായി പഠിപ്പിച്ചു തരുന്ന ഒരു ഗുരുവിനെ ലഭിക്കാനുള്ള പ്രാർത്ഥനയിലേക്ക് വളരണം. ഇങ്ങനെ ആത്മീയമായുള്ള നമ്മളുടെ വളർച്ചയ്ക്ക് ഈശ്വരാനുഗ്രഹവും ഗുരുവിൻ്റെ അനുഗ്രഹവും അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ എല്ലാവരും ഭജിക്കുന്നത് ഒരേ ഭഗവാനെ തന്നെയാണ് എന്ന് പറയുന്നു ഈ ശ്ലോകത്തിൽ. അടുത്ത ശ്ലോകം നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.